സോ ഗുഡ് ഈവനിങ്. ഇന്നത്തെ ദിവസം നമുക്ക് ബന്ധങ്ങളുടെ മനഃശാസ്ത്രം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ വിഷയമാണ് ആമൻ ടീച്ചറിലൂടെ കേൾക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും സൈക്കോളജിയുടെ ഫീൽഡിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രയോജനകരവും മനോഹരവുമായ ഒരു വിഷയമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു സൈക്കോളജിക്കൽ സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു അടിസ്ഥാനത്തിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് നമ്മൾ കേൾക്കുന്നത്. സോ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട അമൻ ടീച്ചർ. അമൻ ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ഈ വൈകുന്നേരം എല്ലാ പരിപാടിയും ഒഴിവാക്കി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യം നന്ദി പറയട്ടെ. പിന്നെ ഈ പ്ലാറ്റ്ഫോമിനോടും ജസാബ് സാറിനോടും നന്ദി പറയട്ടെ. എനിക്കെന്തോ ഒരു ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യാനും എടുക്കാനും ഒക്കെ. അപ്പൊ സാറ് വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇന്ന് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ട്രാൻസാക്ഷണൽ അനാലിസിസ്, a simple and practical way of understanding human communication. We are not going to study deep psychology or therapy. We will focus on everyday situations, how we talk, how we react, and why misunderstandings happen. We will look at three basic ideas: transactions, how communication flows between people, ego states, parent, adult, and child, and how choosing the adult ego state can reduce conflict and improve relationships. The aim of this session is not to judge anyone, but to become more aware of our own responses. If we understand our communication better, we can change the outcome of many situations in our daily life. ഷെയർ വരുന്നില്ല. ചെയ്തോളൂ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പതിവ് പോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് സെഷൻ ആരംഭിക്കാം. I am truly blessed to have such wonderful parents. Thank you, Mom and Dad. ഇതൊരു ചെറിയ വീഡിയോ ആണ്. an overview of transaction analysis ആണ് നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ്. അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ത്രൂ TA. TA means transaction analysis. Is not psychology for doctors only. Transaction analysis ഡോക്ടേഴ്സിന് മാത്രം ഉള്ളതല്ല. It is a tool for everyday life in family, classroom, office, society, etc. Every time we talk, one part of me talks and one part of you responds.
What is psychology, transaction analysis? A psychological theory by Eric Berne. Transaction analysis is a psychological theory developed by Eric Berne. It helps us understand how people communicate and why conflicts happen. നമുക്കൊരു എല്ലാവരും വരുവാണെങ്കിൽ ഒരു ടീ ഷോപ്പിലോട്ട് പോകാം. ഒരു ഗ്രാമത്തിലുള്ള ഒരു ടീ ഷോപ്പാണ്. രാവിലെ അത് തുറക്കും. ഒരു ഓണർ ഉണ്ട് അവിടെ. അപ്പൊ അങ്ങേര് പിന്നെ 3 പേര് സ്ഥിരമായിട്ട് എന്നും വരും ചായ കുടിക്കാൻ. അപ്പം അയാള് ഈ ഓണറ് അവര് വരുമ്പോഴേ പറയും, അയാൾക്ക് പേരന്റ് ഈഗോ സ്റ്റേറ്റ് ആണ്. അയാൾ പറയും, വൈ ആർ യു ലേറ്റ്? ഇന്നെന്താ താമസിച്ച് വന്നത്? ശരിക്കിരിക്കണം കേട്ടോ, ഇനിയും ആൾക്കാർ വന്നാൽ ഇരിക്കാനുള്ളതാണ്. എൻ്റെ കടയിൽ വന്നാൽ നിങ്ങൾക്ക് നല്ല ഡിസിപ്ലിൻ വേണം എന്നിങ്ങനെ പറയും. അപ്പം ഇത് എന്ത് ഈഗോ സ്റ്റേറ്റ് ആണ്? ആർക്കെങ്കിലും പറയാവോ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ അറിയാവുന്നവരാണല്ലോ. ആ ഓണറുടെ ഈഗോ സ്റ്റേറ്റ് പാരന്റ് ഈഗോ സ്റ്റേറ്റ് ആണ്. ഈ ചായക്കട നമുക്ക് അവസാനം വരെ ആവശ്യമുണ്ട്. അപ്പൊ ഒരു കസ്റ്റമർ മറുപടി പറയുന്നു. ആ കസ്റ്റമറിന് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. വൈ ആർ യു ഓൾവേസ് കോൾഡിങ്? ഐ വോണ്ട് കം അഗൈൻ. നിങ്ങളെന്താ ഇവിടെ വരുമ്പോഴത്തേനും നിങ്ങൾ വഴക്ക് പറയുന്നത്? ഞാൻ ഇനി ഒരിക്കലും വരില്ല എന്ന് പറയും. ഇത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. ഇതിന്റെ റിസൾട്ട് എന്താണ്? ആർക്കെങ്കിലും പറയാവോ? ജോർജ് സാറൊക്കെ ഉണ്ടല്ലോ. എല്ലാ ദിവസവും ഇവർ വരുകയും ചെയ്യും. ഈ ആർഗ്യുമെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരേ വാക്കുകൾ, ഒരേ ആർഗ്യുമെന്റ്, ഒരേ ആങ്കർ, എല്ലാ ദിവസവും ഒരുപോലെ ഇങ്ങനെ പോകും. ഇതാരാണ് എൻജോയ് ചെയ്യുന്നത്? ഈ ഫൈറ്റ് എൻജോയ് ചെയ്യുന്നത് ആരാണ്? ആരും എൻജോയ് ചെയ്യുന്നില്ല. എന്നാലും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു ഗെയിമാണ്. ഒരു ദിവസം ഒരു പുതിയൊരു വർക്കർ, ഒരു ഓണറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു പുതിയ ആൾ വന്നു. അയാള് ചായ രാവിലെ എടുത്തിട്ട് എല്ലാവരും വന്നു. അയാൾ പറഞ്ഞു, ചായ റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ഇരിക്കാവോ? എന്താണ് നിങ്ങൾക്ക് ഇനി കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചു. ഇവിടെ ആ ചോദ്യം കേട്ടപ്പം ഒരു റിയാക്ഷനും ഇമോഷണലി ആർക്കും തോന്നിയില്ല. എല്ലാവർക്കും വലിയ സന്തോഷമായി. എല്ലാവർക്കും നല്ല ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. ഈ ജോലിക്കാരന്റെ ഈഗോ സ്റ്റേറ്റ് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാവോ? അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആണ് ഈ ജോലിക്കാരൻ്റെത്. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, when one person shifts to adult ego state, the whole relationship changes. ഒരേ കാര്യമാണ് അവിടെ നടക്കുന്നത്. 3 പേര് ചായ കുടിക്കാൻ വരുന്നു, ഓണർ സംസാരിക്കുന്നു, പിന്നീട് വർക്കർ വന്നപ്പോൾ വർക്കർ സംസാരിക്കുന്നു. അപ്പം അവിടെ നടക്കുന്നത് ഒരേ കാര്യമാണെങ്കിൽ, എല്ലാ ദിവസവും ഒരേപോലെ നടക്കുന്നു. ഓണറുടെ സ്ഥാനത്ത് വർക്കർ വന്നപ്പോൾ എന്തുകൊണ്ട് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വർക്കറുടേത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റും ഓണറുടേത് പേരന്റ് ഈഗോ സ്റ്റേറ്റും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. വാട്ട് ഈസ് TA? When 2 people interact with each other, they engage in social transactions in which one person responds to the other. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ സംസാരിക്കുമ്പം മറ്റേ ആൾ മറുപടി പറയുന്നതാണ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, അനാലിസിസ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്. എവറി കോൺവെർസേഷൻ ഈസ് എ transaction. One person responds to the other. Study of such social transactions is called transaction analysis. നമ്മൾ സംസാരിക്കുമ്പോഴുള്ള മനസ്സിന്റെ നിലയാണ് TA പഠിക്കുന്നത്. മനസ്സിന് പല നിലകളുണ്ട്. എവരി കോൺവെർസേഷൻ ഈസ് എ ട്രാൻസാക്ഷൻ. ബേസിക്
ബേസിക് അത് ഒന്ന് വായിക്കാവോ സാറേ? ബേസിക് അസംഷൻസ് ഓഫ് TA. People are okay. Everyone has value and dignity. Everyone can think and make decisions. And everyone has the capacity to think and make decisions. People decide their life patterns. But good news. Very good news on the life patterns can be changed. TA is not about blaming parents. It is about taking responsibility now. ഈഗോ സ്റ്റേറ്റ്സ്. നമ്മൾ ഇനി ഈഗോ സ്റ്റേറ്റ് നോക്കുകയാണ്. 3 ഈഗോ സ്റ്റേറ്റ് ആണുള്ളത്. അപ്പോഴും നമ്മൾ ആ ചായക്കടക്കാരനെ മറന്നു പോകരുത്. ഈഗോ സ്റ്റേറ്റ്സ് പേരന്റ്, അഡൽട്ട്, ചൈൽഡ്. 3 ഈഗോ സ്റ്റേറ്റ്. പാരന്റ് എന്ന് പറഞ്ഞാൽ ലേൺഡ് ബിഹേവിയേഴ്സ് ഫ്രം അതോറിറ്റി ഫിഗേഴ്സ്. ഒരുതരം റൂള് ചെയ്യുന്ന ആളാണ്, അതൊരു അതോറിറ്റി ഫിഗറാണ്. അഡൽട്ട് ലോജിക്കൽ ആൻഡ് റാഷണൽ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതെ നോക്കും. ഇനി അഥവാ ഒരു ചെറിയ പ്രോബ്ലം വന്നാൽ തന്നെ അത് പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമിക്കും. അതാണ് അഡൽട്ട്. ചൈൽഡ് ഇമോഷണൽ ആൻഡ് ഇൻസ്റ്റിങ്റ്റീവ് റിയാക്ഷൻസ്. അപ്പം റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ആലോചന ഇല്ലാതെ റിയാക്ട് ചെയ്യുന്നയാളാണ് ചൈൽഡ്. വി ഷിഫ്റ്റ് ബിറ്റ്വീൻ ദീസ് സ്റ്റേറ്റ്സ് ത്രൂ ഔട്ട് ദ ഡേ. എല്ലാ വീട്ടിലും രാവിലെ നടക്കുന്നതാണ്. ഒരു മകൻ കിടന്നുറങ്ങുകയാണ്, സ്കൂളിൽ പോകേണ്ട മകനാണ്. അമ്മ പറഞ്ഞു, അമ്മ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു, അലാറം അടിച്ചിട്ട് ഇവൻ എഴുന്നേൽക്കുന്നില്ല. അപ്പം എന്താണ് നീ ഇങ്ങനെ ലേറ്റ് ആകുന്നത്? ഈ സ്കൂളിൽ പോകേണ്ടതല്ലേ, എല്ലാ ദിവസവും ഞാനിങ്ങനെ വിളിക്കണമല്ലോ, എന്തൊരു കഷ്ടപ്പാടായതെന്നൊക്കെ പറഞ്ഞ് അമ്മ കിടന്ന് ബഹളം വെക്കുന്നു. അപ്പം മകൻ ചോദിക്കുന്നു, എല്ലാ ദിവസവും നിങ്ങൾ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ എന്നും എന്നെ കുറ്റപ്പെടുത്തുവാണെന്നും പറഞ്ഞ് അവൻ വാതിലങ്ങ് വലിച്ചടയ്ക്കുന്നു. അപ്പം അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ പ്രശ്നമുണ്ടായി, വേദനയുണ്ടായി. അപ്പം ഈഗോ സ്റ്റേറ്റുകളാണ് സംസാരിച്ചത്. പാരന്റും ചൈൽഡും തമ്മിലുള്ള സംസാരമാണ് അവിടെ നടന്നത്, ഈഗോ സ്റ്റേറ്റ്സ്. ഒരു ദിവസം അമ്മ ഒരു മാറ്റം വരുത്തി. അമ്മ മകനോട് ചോദിച്ചു, നിനക്ക് എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്? അവൻ പറഞ്ഞു 9:30. അപ്പം നിനക്ക് ഇവിടുന്ന് എത്ര മണിക്ക് പോകണം? 9 മണിക്ക്. അപ്പം നീ എത്ര മണിക്ക് എഴുന്നേക്കണം? 8 മണിക്ക് എഴുന്നേക്കണം. അങ്ങനെ പറഞ്ഞപ്പം അവന് തോന്നി, ശരിയാണല്ലോ. ആ പ്രശ്നങ്ങൾ അവിടെ തീർന്നു. അവിടെ വാതിലടയ്ക്കൽ ഇല്ല, ഒച്ചപ്പാടില്ല, ഒന്നുമില്ല. അവിടെ അഡൽട്ട് സംസാരമാണ് നടന്നത്. അപ്പൊ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. TA teaches us this. The situation is the same. സിറ്റുവേഷൻ ഒരേപോലത്തെയാണ്. The people are the same. അമ്മയും മകനും മാറിയിട്ടില്ല, അവരത് ഒരേ അമ്മയും മകനും തന്നെയാണ്. Only the ego state has changed and the result has changed. ഈഗോ സ്റ്റേറ്റ് മാറ്റി പെരുമാറിയപ്പോൾ റിസൾട്ട് മാറി. Problem is not having these ego states. Problem is using the wrong one at the wrong time. Wrong ego state at the wrong time. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഈഗോ സ്റ്റേറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. വി ഷിഫ്റ്റ് ബിറ്റ്വീൻ ദി സ്റ്റേറ്റ്സ് ത്രൂ ഔട്ട് ദ ഡേ. നമ്മൾ ഒരു ദിവസം പലതവണ ഈഗോ സ്റ്റേറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് 3 ഈഗോ സ്റ്റേറ്റിലുള്ള ആളുകളുടെ പടമാണ്. ഏത് പടമാണ് നമുക്ക് ഇഷ്ടപ്പെടുക? ഏത് പടത്തോടാണ് നമുക്ക് താല്പര്യം തോന്നുന്നത്? മധ്യത്തിൽ കാണുന്നത്. മധ്യത്തിൽ കാണുന്നതാണെന്ന് എത്ര എളുപ്പത്തിൽ പറയാൻ പറ്റും അല്ലേ മാം? ചൈൽഡ് സ്ക്രീമിങ്, പാരന്റ് സ്കോൾഡിങ്, അഡൽട്ട് വളരെ സമാധാനമായിട്ടിരിക്കുന്നു. ഇനി ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ. സ്മൂത്ത് എക്സ്പെക്റ്റഡ് റെസ്പോൺസസ്. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ അമ്മയും മകനും കൂടെ സംസാരിച്ചില്ലേ, ആ വർക്കറും ചായക്കടയിലെ വർക്കർ ആളുകളോട് സംസാരിച്ചില്ലേ, അതാണ് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ.
വെൻ ടു പീപ്പിൾ ടോക്ക് ഈഗോ സ്റ്റേറ്റ്സ് ഇന്ററാക്ട്. രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ രണ്ടുപേരുടെയും ഈഗോ സ്റ്റേറ്റ് ആണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അത് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ, സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ ആണ്, അഡൽട്ട് ടു അഡൽട്ട് ആണ്. ക്രോസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മിസ്കമ്മ്യൂണിക്കേഷൻ, ടെൻഷൻ, തർക്കം, മൗനം, വേദന. ആ ചായക്കടയിലെ ഓണർ ചായ കുടിക്കാൻ വന്ന ആളുകളോട് സംസാരിച്ചത് ഓർമ്മയുണ്ടല്ലോ. അമ്മയും മകനും കൂടി ആദ്യം സംസാരിച്ചത് ഓർമ്മയുണ്ടല്ലോ. അതാണ് ക്രോസ്ഡ് ട്രാൻസാക്ഷൻ. ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. ഒരു കുട്ടി ലേറ്റ് ആയിട്ട് വന്നപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താണ് നീ ലേറ്റ് ആയത്? അപ്പൊ കുട്ടി പറഞ്ഞു, ബസ്സിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു മാം, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. അത് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ ആണ്, അവിടെ ഒരു തർക്കവും ഇല്ല. ഒരു കുട്ടി പറഞ്ഞു, വേറൊരു കുട്ടിയോട് നീ എന്താ താമസിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഈ ടീച്ചർ എന്തിനാ എന്നും ഈ കുറ്റം ചോദിക്കുന്നേ? അപ്പൊ അവിടെ ക്ലോസ്ഡ് ട്രാൻസാക്ഷൻ ആയി. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയുള്ളവരെല്ലാം അറിയാവുന്നവരാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട. അപ്പോ കോൺഫ്ലിക്റ്റ് ഹാപ്പൻസ് വെൻ ഈഗോ സ്റ്റേറ്റ്സ് ക്രോസ്. ഈഗോ സ്റ്റേറ്റ് ആണ് ക്രോസ് ചെയ്യുന്നത്. ഈഗോ സ്റ്റേറ്റ് ശരിയായാൽ ബന്ധം ശരിയാവും. ഈഗോ സ്റ്റേറ്റ് ക്രോസ് ചെയ്യാതിരുന്നാൽ, ശരിയായി നമ്മൾ ഉപയോഗിച്ചാൽ ബന്ധങ്ങൾ ശരിയാവും. ഇനി അൾട്ടീരിയർ ട്രാൻസാക്ഷൻ, ഹിഡൻ മെസ്സേജസ് മാനിപ്പുലേഷൻ. നമ്മൾ മനസ്സിൽ ഒന്ന് വെച്ച് വേറൊന്ന് പറയുന്നതിനാണ് അൾട്ടീരിയർ ട്രാൻസാക്ഷൻ എന്ന് പറയുക. ഇവിടെ 3 തരം ട്രാൻസാക്ഷന്റെ പടം കൊടുത്തിട്ടുണ്ട്. ആ വര പോകുന്നത് സംസാരിക്കുന്നതിൻ്റെയാണ്, ആരോ മാർക്ക് പോണത്. ഇതും ട്രാൻസാക്ഷന്റെ പടം തന്നെയാണ്. പാരലൽ അഡൽട്ട് ട്രാൻസാക്ഷൻ. മനസ്സിലായി കാണുമല്ലോ. ട്രാൻസാക്ഷൻ അതും പടം തന്നെയാണ്. ലൈഫ് പൊസിഷൻസ്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഹെൽത്തി റിലേഷൻഷിപ്പ്. നമ്മുടെ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് നിങ്ങളും നല്ലതാണ്, ഞാനും നല്ലതാണ്, അല്ലെ നിങ്ങളും ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. അതാണ് ഹെൽത്തി റിലേഷൻഷിപ്പ്. നമുക്ക് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. ഞാൻ എന്നെ കാണുന്നതും മറ്റുള്ളവരെ കാണുന്നതും എങ്ങനെയാണ് എന്നാണ് ലൈഫ് പൊസിഷൻ പറയുന്നത്. 4 തരമുണ്ട്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, അതാണ് ഹെൽത്തി. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, അതൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഞാൻ വലിയ ആളാണ്, ഞാൻ ഓക്കെയാണ്, നിങ്ങളാരും ഓക്കെ അല്ല, വേറെ ആരും ഓക്കെ അല്ല, ഞാൻ മാത്രം ഓക്കെ. രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അത് ഞാൻ ഒട്ടും ഓക്കെ അല്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ എന്ന് പറയുന്ന ആ ലോ സെൽഫ് എസ്റ്റീം ആണ്, അവനവനെ താഴ്ത്തി കിട്ടുക. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ ഏറ്റവും ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ലൈഫ് പൊസിഷനാണ്. ആരും കൊള്ളൂല, ഞാനും കൊള്ളൂല, നിങ്ങളും കൊള്ളൂല, ആരും കൊള്ളൂല, ആത്മഹത്യ ചെയ്യാനേ രക്ഷയുള്ളൂ. അവർ എയിം ഈസ് ഇൻ ലൈഫ് ഈസ് ടു മൂവ് ടുവേർഡ്സ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ട ഏത് പൊസിഷനാണ് നമുക്ക് വേണ്ടത്? മാമാണൊന്ന് സംസാരിച്ചത്. ഫസ്റ്റ് പൊസിഷനാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമ്മൾ ചിലപ്പോൾ ഇപ്പൊ അതല്ലായിരിക്കും, പക്ഷെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. ആരെയും താഴെയാക്കാതെ, സ്വയം താഴ്ത്താതെ, സ്വയം ബഹുമാനമുള്ള, മറ്റുള്ളവരെയും ബഹുമാനിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ജീവിക്കേണ്ടത്. അത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആണ്. ഈ ഫസ്റ്റ് പൊസിഷനാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. ട്രാൻസാക്ഷൻ അനലൈസ് ലൈഫ് സ്ക്രിപ്റ്റ്സ് ആൻഡ് ലൈഫ് പൊസിഷൻ. ലൈഫ് പൊസിഷന്റെ 4 ഒരു പടം കൂടെ കൊടുത്തേ ഉള്ളൂ, നോക്കി കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടി. മനസ്സിലായെന്ന് തോന്നുന്നല്ലോ അല്ലെ? ആ ചായക്കടക്കാരൻ ഞാൻ മാത്രം ഓക്കെ, നിങ്ങൾ ആരും ഓക്കെ അല്ല എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു. അതേസമയം ആ വർക്കർ വന്നപ്പോൾ എല്ലാവരെയും ബഹുമാനിക്കുക, അല്ലെ അവനവനും അയാൾക്കൊരു സ്വയം റെസ്പെക്റ്റ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. ലൈഫ് പൊസിഷൻസ് ആർ basic beliefs about self and others which are used to justify decisions and behavior. അങ്ങനെ നമുക്ക് എല്ലാവരോടും താല്പര്യവും നമ്മളോടും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് പെരുമാറാൻ പറ്റും. ഗെയിംസ് പീപ്പിൾ പ്ലേ. ആ ചായക്കടക്കാരൻ കാണിച്ചത് ഗെയിമാണ്.
അവിടെ നടന്നുകൊണ്ടിരുന്നത് സ്ഥിരമായ ഗെയിമാണ്. റിപ്പിറ്റേറ്റീവ് നെഗറ്റീവ് ബിഹേവിയർ പാറ്റേൺസ്, അതാണ് ഗെയിം. റിപ്പിറ്റേറ്റീവ് അൺഹെൽത്തി ഇന്ററാക്ഷൻ ആണ്, ആക്റ്റീവ് പാറ്റേൺസ് ആണ് ഈ ഗെയിം. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, വൈ ഡസ് ദിസ് ഹാപ്പൻ ഓൾവേസ് ടു മീ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, യെസ് ബട്ട്, അവരെപ്പോഴും യെസ് ബട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവയർനെസ് റിക്വേഴ്സ് ലിവിങ് ഇൻ ദ ഹിയർ ആൻഡ് നൗ, നമ്മൾ ഇന്ന് ജീവിക്കുക, തിരിച്ചറിവുണ്ടായിരിക്കുക, ആൻഡ് നോട്ട് ഇൻ ദ എൽസ് വെയർ, ദ പാസ്റ്റ് ഓർ ദ ഫ്യൂച്ചർ. എറിക് ബേണിന്റെ ഒരു കോട്ടാണ്. ആ ചായക്കടയിൽ നടന്നുകൊണ്ടിരുന്നത് ഒരേ തർക്കം എന്നും നടക്കുമായിരുന്നു. അതാണ് ഗെയിം. ഒരു കോട്ടാണ് എറിക് ബേണിന്റെ, നല്ലൊരു കോട്ടായതുകൊണ്ട്. ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്സ് ആർ ഓഫൺ ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് the players complement each other with great economy and satisfaction, so that there is a maximum yield with a minimum effort from the games they play with each other. സുഹൃത്തുക്കൾ തമ്മിലുള്ള ആശയവിനിമയം അവര് ഒരേ തരംഗ ദൈർഘ്യത്തിലാകുമ്പോൾ അത് ജീവിതത്തിൽ വലിയ സന്തോഷവും മാനസിക സംതൃപ്തിയും നൽകുന്നു. ഇപ്പൊ ഒരു സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും മതിയാകാറില്ല ആർക്കും. അതെന്തുകൊണ്ടാണ്? അവര് ഒരേ തരംഗ ദൈർഘ്യത്തിലാണ് സംസാരിക്കുന്നത്. അപ്പം ഒരു പ്ലേറ്റ് പൊട്ടി, അമ്മ കുട്ടിയെ വല്ലാതെ വഴക്ക് പറഞ്ഞു, നീ എപ്പോഴും കെയർലെസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി കരയാൻ തുടങ്ങി. അപ്പം അമ്മ പ്ലേറ്റ് ഒന്ന് മാറ്റി, അമ്മ ഒന്ന് പോസ് ചെയ്തു. അപ്പൊ അമ്മയ്ക്ക് തോന്നി. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ നിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ടോ, മുറിയുകയാനും ചെയ്തോന്ന് ചോദിച്ചു. അപ്പം ആ കുട്ടിക്ക് സന്തോഷമായി, സമാധാനമായി. അപ്പൊ അവിടെ രണ്ട് ഈഗോ, അഡൽട്ട് ഈഗോ വന്നു. അപ്പം ട്രബിള് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ പാരന്റ് ഈഗോയും ചൈൽഡ് ഈഗോയും ക്രോസ്ഡ് ട്രാൻസാക്ഷനൊക്കെ സഹായിക്കുള്ളൂ എന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രോക്സ് റെക്കഗ്നിഷൻ. എല്ലാവർക്കും സ്ട്രോക്സ് വേണം. പോസിറ്റീവ് സ്ട്രോക്സും ഉണ്ട്, നെഗറ്റീവ് സ്ട്രോക്സും ഉണ്ട്. സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കഗ്നീഷൻ. നമ്മളൊരു കറി വെച്ച് കഴിഞ്ഞാൽ ആ കറി, ഇന്ന് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് ഭയങ്കര, നമ്മൾ വാനിലേക്ക് ഉയരുന്ന പോലെ ഉയരും. അതുപോലെ എന്ത് ചെയ്യുമ്പോഴാണ് ഇന്ന് ഈ സാരി ഉടുത്തിട്ട് നല്ല മാച്ചിങ് ആണല്ലോ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര റെക്കഗ്നേഷനാണ്, പോസിറ്റീവായിട്ടുള്ള റെക്കഗ്നേഷനാണ്. അപ്പം പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഉള്ള സ്ട്രോക്സ് ഉണ്ട്. വെർബലും നോൺ വെർബലും സ്ട്രോക്സ് ഉണ്ട്. മുഖം ചുളിച്ച് ഒരാളെ കാണുമ്പോൾ മുഖം ചെരിച്ച് പിടിക്കുകയോ പോക്കറി കാണിക്കുകയൊക്കെ ചെയ്താൽ അത് നെഗറ്റീവ് സ്ട്രോക്കാണ്. വെർബലല്ല, നോൺ വെർബലാണ്. പക്ഷേ ഒരു കുട്ടി ക്ലാസ്സിൽ ടീച്ചർ അത്ര ശ്രദ്ധിക്കാറില്ല. ഒരു ദിവസം കുട്ടിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, ടീച്ചർ എന്നോട് മാത്രം ഒന്നും പറയുന്നില്ല, ടീച്ചർ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഭയങ്കര വിഷമം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടി എന്ത് ചെയ്തു, ഒരു കുരുത്തക്കേട് കളിച്ചു. കുരുത്തക്കേട് കളിച്ചപ്പോൾ ടീച്ചർ അങ്ങ് ചീത്ത. അപ്പൊ കുട്ടിക്ക് ഭയങ്കര സമാധാനമായി. എന്താണ്, ടീച്ചർ എന്നെ മൈൻഡ് ചെയ്തല്ലോ. അപ്പം എനി റെക്കഗ്നേഷൻ ഈസ് ബെറ്റർ ദാൻ നോ റെക്കഗ്നേഷൻ. അവഗണനയാണ് ഏറ്റവും വലിയ ശിക്ഷ. ശാസിച്ചാലും മതി, ഒരു സമാധാനം കിട്ടും, അതും റെക്കഗ്നേഷനായിട്ട് എടുക്കും. ഈ അമ്മയും കുഞ്ഞും കൂടെ തമ്മിലുള്ള ആ ഒരു സ്ട്രോക്കും റെക്കഗ്നേഷനുമാണ് അൺകണ്ടീഷണലും. ഈ കുട്ടിക്ക് അല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന റെക്കഗ്നേഷൻ ഇതാണെന്ന് തോന്നുന്നു അല്ലെ. ഒരു സമയവും കാലവും ഒന്നുമില്ലാതെ, കണക്കില്ലാതെ കിട്ടുന്ന ഒരു റെക്കഗ്നേഷനാണ്. ഒരുപാട് ടൈപ്പ് പോസിറ്റീവ് സ്ട്രോക്സും പോസിറ്റീവ് അൺകണ്ടീഷണൽ സ്ട്രോക്സ്, നെഗറ്റീവ് കണ്ടീഷണൽ, നെഗറ്റീവ് അൺകണ്ടീഷണൽ, ഇങ്ങനെ 4 തരം സ്ട്രോക്കാണുള്ളത്. സ്ക്രിപ്റ്റ് തിയറി, ലൈഫ് പാറ്റേൺസ്. ലൈഫ് സ്ക്രിപ്റ്റ്സ് ഫോംഡ് ഇൻ ചൈൽഡ്ഹുഡ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ life script is a story we write about ourselves in childhood.
ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടായി പോയ ലൈഫ് സ്ക്രിപ്റ്റിനെ പറ്റി പറയുമ്പോൾ ഇറങ്ങി വരുന്നതാണ്. അത് അമ്മ ഒരു ഭാഗത്ത് നീ എന്തിനാ അത് ചെയ്തത്, നീ എന്തിനാ ഇത് ചെയ്തത് എന്നൊക്കെ പറയും. ആണ് ലൈഫ് സ്ക്രിപ്റ്റ്. ലൈഫ് സ്ക്രിപ്റ്റ്സ് ഫോംഡ് ഇൻ ചൈൽഡ്ഹുഡ് ഇൻഫ്ലുവൻസ് ഓൺ ഡിസിഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്. സ്ക്രിപ്റ്റ് ടൈപ്സ്: ലവ്ലെസ് സ്ക്രിപ്റ്റ്, mindless script, joyless script, lacks intimacy, lacks awareness, lacks spontaneity. അങ്ങനെ പലതരം സ്ക്രിപ്റ്റ് ടൈപ്പുകളുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ എറിക് ബേൺ പറയുന്നത് നമ്മൾ വി ആർ ബോൺ പ്രിൻസസ് ആൻഡ് ദ സിവിലൈസിങ് പ്രോസസ് ടേൺസ് us into frogs. നമ്മൾ രാജകുമാരനോ രാജകുമാരിയോ ആയിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ ഈ ചുറ്റുപാടുകളും സിവിലൈസേഷനും എല്ലാം കൂടി നമ്മളെ തവളകളാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. ലാക്സ് ഇന്റിമസി എന്ന് പറഞ്ഞാൽ അടുക്കരുത്, ആരും നമ്മളോട് അടുക്കരുത്, ആരെയും വിശ്വസിക്കരുത് എന്നൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കും. ലാക്സ് ഫ്ലോനെസ്, അവയർനെസ്, ഒരുപാട് നിരോധനങ്ങൾ നമുക്ക് കിട്ടും. അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, ആ വഴി പോകരുത്, ഇങ്ങനെ നമുക്കൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ലാക്സ് സ്പോണ്ടേനിറ്റി, വികാരങ്ങൾ പ്രകടിപ്പിക്കരുത്, ആൺകുട്ടിയായ കരയരുത്, പിന്നെ അങ്ങനെയൊക്കെ കുറെ ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെറുപ്പത്തിലേ നമ്മുടെ തലയിൽ കയറ്റി തരും. അതാണ് ലാക്സ് സ്പോണ്ടേനിറ്റി, ലാക്സ് അവയർനെസ്, ലാക്സ് ഇന്റിമസി. ഇതൊന്നും നമ്മുടേതല്ല, ഇതെല്ലാം മറ്റുള്ളവർ നമുക്ക് തരുന്നതാണ്. Definition of a life plan made in childhood, reinforced by parents, justified by subsequent events and culminating in a chosen alternative. എറിക് ബേണിന്റെ കോട്ടാണ്. വാട്ട് ഡു യു സേ ആഫ്റ്റർ യു സേ ഹലോ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. കുട്ടിക്കാലത്ത് രൂപപ്പെടുന്നതും മാതാപിതാക്കളാൽ സ്വാധീനിക്കപ്പെടുന്നതുമായ ഒരു ജീവിത പദ്ധതിയാണ് ലൈഫ് സ്ക്രിപ്റ്റ്. എറിക് ബേൺ ഇതിനെ ജീവിത പദ്ധതി എന്നാണ് വിളിക്കുന്നത്, ലൈഫ് സ്ക്രിപ്റ്റിനെ. കണ്ടന്റ് സ്ക്രിപ്റ്റ്സ്. ഇൻ ടേംസ് ഓഫ് കണ്ടന്റ് വി ക്യാൻ ക്ലാസിഫൈ സ്ക്രിപ്റ്റ്സ് അണ്ടർ 3 ഹെഡിങ്സ്: വിന്നിംഗ്, ലൂസിംഗ്, ഓർ ഹാർമാറ്റിക്, നോൺ വിന്നിംഗ് സ്ക്രിപ്റ്റ്സ്. വിജയിക്കുന്ന സ്ക്രിപ്റ്റാണ് വിന്നിംഗ് സ്ക്രിപ്റ്റ്, അവർ ലക്ഷ്യങ്ങൾ നേടുന്നവരാണ്. ലൂസിംഗ് എന്ന് പറയുമ്പോൾ ലൂസിംഗ് സ്ക്രിപ്റ്റ് പരാജയപ്പെടുന്നതാണ്, അവർ വലിയ തകർച്ചകളിലേക്ക് പോകും. നോൺ വിന്നിംഗ്, വലിയ പരാജയവും ഇല്ല, വലിയ വിജയവും ഇല്ല, അങ്ങനെ ഒരു ന്യൂട്രൽ വേയിൽ പോകും. ഗോൾസ് ഓഫ് ട്രാൻസാക്ഷൻ അനാലിസിസ്. മേക്ക് യുവർ സെൽഫ് അവെയർ ഓഫ് യുവർ ട്രയാഡിക് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. നമ്മുടെ 3 പേഴ്സണാലിറ്റി സ്ട്രക്ചർ നമ്മൾ ഓർത്ത് വെക്കുക. ഇൻക്രീസ് അവയർനെസ് ഓഫ് യുവർ ഓൺ ഈഗോ സ്റ്റേറ്റ് ആൻഡ് ദ ഈഗോ സ്റ്റേറ്റ്സ് ഓഫ് അതേഴ്സ്. നമ്മളൊരു ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഈഗോ സ്റ്റേറ്റിനെ പറ്റി അവെയർ ആകുക, മറ്റുള്ളവരുടെ ഈഗോ സ്റ്റേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ബി അവെയർ ഓഫ് ബോത്ത് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ മെസ്സേജസ് വിച്ച് എക്സിസ്റ്റ് വിത്തിൻ കമ്മ്യൂണിക്കേഷൻ ട്രാൻസാക്ഷൻസ്. നമ്മൾ സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും പെരുമാറുമ്പോഴും നമ്മുടെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിനെ കഴിവതും മുറുക്കെ പിടിക്കുക. ഇൻക്രീസ് ദ ചാൻസ് ഫോർ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ. നമ്മൾ എപ്പോഴും കോംപ്ലിമെന്ററി ട്രാൻസാക്ഷന്റെ ചാൻസ് കൂട്ടുക. ക്രോസ്ഡ് ട്രാൻസാക്ഷൻ വരാതിരിക്കുക, അൾട്ടീരിയർ ട്രാൻസാക്ഷനും വരാതിരിക്കുക, ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻസ് ഓഫ് TA ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്സ്. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ആശയവിനിമയത്തിൽ വളരെ ഇംപ്രൂവ്ഡ് ആകാൻ പറ്റും. യൂസ്ഡ് ഇൻ തെറാപ്പി, എഡ്യൂക്കേഷൻ, ബിസിനസ്, പേഴ്സണൽ ഗ്രോത്ത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് TA. ഫ്യൂ സയന്റിഫിക് ഫാക്ട്സ് ടു പ്രൂവ് ചെയ്യാൻ സയൻസിന്റെ പിൻബലമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് പറയാനില്ലായിരിക്കും. ഇൻഹിബിറ്റ്സ് ക്യൂട്ട്നെസ് റാദർ ദാൻ ആൻ ഇൻസൈറ്റ് ഇൻ ടു ഹ്യൂമൻ ബിഹേവിയർ. നമ്മൾ പെട്ടെന്ന് ഒന്ന് ഇടപെടാനുള്ള സ്വാഭാവികമായ പെരുമാറ്റം നമ്മളിങ്ങനെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് തന്നെയാണോ എന്ന് ആലോചിച്ച് നിൽക്കുക, അങ്ങനെ വരുന്നില്ല. നമ്മളതങ്ങ് പ്രാക്ടീസ് ചെയ്താൽ ആ ഒരു
പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. ഈഗോ സ്റ്റേറ്റ്സ് ആർ ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ചെയ്യാൻ. ഈ മൂന്നും തമ്മിലുള്ള മാറ്റം, ആ ഇടയിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് വളരെ എളുപ്പമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. കൺക്ലൂഷൻ: TA ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്രൂവ് ഹ്യൂമൻ ഇന്ററാക്ഷൻസ്. വളരെ കുറെ കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാൻ പറ്റും, നമുക്ക് മനപ്രയാസങ്ങൾ ഒഴിവാക്കാൻ പറ്റും, വേദന കുറയ്ക്കാൻ പറ്റും. അവയർനെസ് ലീഡ്സ് ടു ബെറ്റർ റിലേഷൻഷിപ്സ് ആൻഡ് സെൽഫ് ഗ്രോത്ത്. ട്രാൻസാക്ഷണൽ അനാലിസിസ് ടീച്ചേഴ്സ് us one powerful skill: പോസ്, ചൂസ്, റെസ്പോണ്ട്. നമ്മൾ വളരെ എന്ത് വർത്താനം പറയുമ്പോഴും ഒന്ന് പോസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുക. ആരെന്ത് പറയുമ്പോഴും, ഒരാൾ നമ്മളെ വഴക്ക് പറയുവാണ്, അല്ലെ നമുക്ക് പെട്ടെന്ന് വികാരം വരുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പോസ്, ചൂസ് ആൻഡ് റെസ്പോണ്ട്. ചേഞ്ച് ദ ഈഗോ സ്റ്റേറ്റ്, ചേഞ്ച് ദ ഔട്ട്കം. ഈഗോ സ്റ്റേറ്റ് നമ്മൾ അഡൽറ്റിൽ മുറുക്കെ പിടിച്ചാൽ ഔട്ട്കം വളരെ നല്ലതായിരിക്കും. മറ്റുള്ളവരെ മാറ്റാൻ കഴിയില്ല, പക്ഷേ ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കണം എന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. താങ്ക് യു സർ. അത് താങ്ക് യു മാം. ഏകദേശം കിട്ടിയോന്ന് അറിയത്തില്ല. ഓക്കെ, ഒരു ന്യൂ കമർ ആണെങ്കിൽ ഒരുപക്ഷെ ശരിക്കും അത് ക്ലാരിറ്റി വരാൻ സാധ്യതയില്ല. പക്ഷെ ജനറലൈസ് ചെയ്ത് ഓൾറെഡി മനസ്സിലാക്കുന്ന ഒരാൾക്ക് എല്ലാ പോയിന്റുകളും ഒരിക്കലൂടെ വിസിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. എനിവേ, നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. വിനിമയ അപഗ്രഥനം എന്നാണ് പറയുന്നത്. നമ്മുടെ വെർബൽ ആൻഡ് നോൺ വെർബൽ ഇങ്ങനെയുള്ള എല്ലാ ക്യൂസിനെയും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മനോഹരമായ ഒരു ടൂളാണ്. സൈക്കോളജിയിൽ സാധാരണക്കാരൻ്റെ മനഃശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന അത്രമാത്രം സാധാരണമായ ഒരു ടോപ്പിക്കാണ്. സോ താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഇനി എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനോ എന്തെങ്കിലും ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ജോർജ് സാർ ഉണ്ടോ? ജോർജ് സാർ എത്തിയോ? തോമർ സാർ, രമാദേവി മാം. കൗൺസിലിങ്ങിന്റെ വേറൊരു മെത്തേഡാണ് ഇപ്പോൾ എടുത്തത് സാറ്. ഇത് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ കൗൺസിലിങ്ങിന്റെ വേറൊരു പുതിയ മെത്തേഡ്, നല്ലൊരു മെത്തേഡാണ് അത്. നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് അതിന്റെ തുടക്കമായുള്ള നല്ല രീതിയിലെടുത്ത്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഓക്കെ സാർ, താങ്ക് യു. ദെൻ രമാദേവി മാം, സ്നേഹത മാം, ജോർജ് സാർ, ഹരി, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യും. പ്രദീപ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ഓവന മാം. താങ്ക് യു. മാം, ആ ലാസ്റ്റത്തെ സ്ലൈഡ് ഒന്ന് വിശദീകരിക്കാമോ? ഏറ്റവും ലാസ്റ്റ് താങ്ക് യുവിന്റെ കൂടെ. താങ്ക് യുവിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാ? അതെ അതെ അതെ. ഇതിന് തിരിച്ചെടുക്കുന്നത് അവസാനത്തെ സ്ലൈഡ് എടുക്കേണ്ടത് എങ്ങനെയാ സർ? ഒന്നും കൂടെ ഷെയർ ചെയ്താൽ മതി. ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അത് ആദ്യത്തെ അല്ലേ വരുന്നുള്ളൂ. അത് ഷെയർ ചെയ്തിട്ട് കറണ്ട് സ്ലൈഡ്, ആ സ്ലൈഡ് എടുത്തിട്ട് കറണ്ട് സ്ലൈഡ് എന്ന് കൊടുക്കും. അതിവിടെ ഉണ്ട് അവസാനത്തെ. കറണ്ട് സ്ലൈഡ് ഒന്നും അങ്ങനത്തെ എനിക്ക് അറിയത്തില്ല. ലൈഫ് സ്ക്രിപ്റ്റ് ഈസ് എൻ അൺകോൺഷ്യസ് ലൈഫ് പ്ലാൻ. നമ്മുടെ ഒരു അൺകോൺഷ്യസ്, എറിക് ബേൺ പറഞ്ഞതാണ്, ലൈഫ് സ്ക്രിപ്റ്റ് ഈസ് എൻ അൺകോൺഷ്യസ് ലൈഫ് പ്ലാൻ. നമ്മുടെ അൺകോൺഷ്യസ് ലൈഫ് പ്ലാൻ ആണ് ആ ലൈഫ് സ്ക്രിപ്റ്റ്. നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ അഡൽറ്റ് ഈഗോ സ്റ്റേറ്റിൽ മുറുക്കെ പിടിച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്ക്രിപ്റ്റ് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. മതിയോ സർ? മതി. താങ്ക് യു മാം. ഓക്കെ ജോർജ് സാർ. താങ്ക് യു സർ. ഒമന മാം, കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. ടിഎ ലേമാൻ സൈക്കോളജി എത്ര സിമ്പിളായിട്ടാ പറഞ്ഞേ. അത് ഒരു 4-5 ക്ലാസ്സിനുള്ള മാറ്റർ എല്ലാം കൂടെ എടുത്തിട്ട്
ഒറ്റയടിക്ക് വിട്ടു. ഓവറോൾ എന്ന് പറഞ്ഞു. അതെ 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 അതെ. ബേർഡ്സ് ഐ വ്യൂ മീൻസ് അതുപോലെ അല്ലേ? ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ചായക്കടയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ചായക്കടയുടെ നന്നാ അത് നല്ല കോട്ട് ചെയ്യാൻ പറ്റിയ ഉദാഹരണം. നന്നായി. അതെ. ഇതൊക്കെ ആണേലും ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത് ഈ ടിയെ പഠിപ്പിച്ചാൽ അത് മതി. സാധാരണ കുടുംബം സ്വസ്ഥമായി ഈ ലോകത്ത് ഒരു ജീവിതമുള്ളത് നന്നായി കഴിച്ചു വിടാനായിട്ട് ഇത് മതി എന്ന് തോന്നുന്നു. ഡേറ്റ് ആയി പോയി സാർ. എല്ലാവരെയും പഠിപ്പിക്കണം. സ്കൂൾ ജീവിതം പഠിക്കാൻ ഡേറ്റ് ആയി. സ്കൂളിൽ തുടങ്ങേണ്ടതാണ് ഇത്. കാരണം അവിടെ അവരുടെ സിലബസിന്റെ പരിധിക്കപ്പുറത്ത് പോകുന്ന, അല്ലെങ്കിൽ താങ്ങാനാവാത്ത, പിള്ളേർക്ക് അറിയാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത സങ്കീർണ പദങ്ങളൊന്നും ഇതിനകത്തില്ല. സങ്കീർണ ശാസ്ത്രവും ഇല്ല. പക്ഷേ കഥയിൽ കൂടെ പറഞ്ഞു കൊടുക്കാനേ ഉള്ളൂ. അത്ര തന്നെ. ഇത് അപ്പോൾ തന്നെ പ്രയോഗിക്കാമല്ലോ. ഇതൊന്ന് പഠിച്ച് ശരിയായിട്ട് പിന്നെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു സമയം കാത്തിരിക്കേണ്ടതില്ല. കേൾക്കുമ്പോൾ തന്നെ പ്രയോഗിക്കാം. ക്ലാസ് റൂമിൽ തന്നെ പറ്റും. പക്ഷേ ഇവർക്കൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് ഒരുപക്ഷെ സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്നതുമായിരിക്കാം. കാരണം എല്ലാത്തിനും ശാസ്ത്രീയ തെളിവ് വേണമെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ മുമ്പിൽ പറയാനുമില്ല. വഴക്ക് കൂടുന്നതിന് ശാസ്ത്രീയതയുണ്ടോ? വഴക്ക് കൂടുന്നതിന് ശാസ്ത്രീയതയുണ്ടോ? അതെ. അത് കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ അതെ. എവിടെയാണേലും ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ ഇതിനേക്കാൾ നല്ലൊരു ക്യാപ്സ്യൂൾ വേറെയില്ല, ഷോർട്ട് കട്ട് വേറെയില്ല. എന്റെ ചായക്കട ക്ലിക്കായോ സാറേ? ചായക്കട ക്ലിക്കാ. അത് കൊള്ളാം, എവിടെയും പ്രയോഗിക്കാമല്ലോ എന്ന് എനിക്കും തോന്നി. അത് നല്ല ഭാവനയാണ്. ഭാവനയല്ല, ഞാൻ കണ്ടിട്ടുള്ളതാ. നന്നായി മാം. ഇത് റെഫറൻസിന് പറ്റിയതാണ്. കാരണം വെച്ചാല് എപ്പോൾ എടുത്തു നോക്കിയാലും പെട്ടെന്ന് കിട്ടുമല്ലോ. ഇത് ഉപയോഗിക്കാവുന്നതാണ്. അവിടെ എന്താ പ്രയോഗിക്കേണ്ടത്, എങ്ങനെയാണെന്ന് ഉള്ള ഐഡിയാസ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. നന്നായിരിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വല്ലപ്പോഴും ഒക്കെ കൊണ്ടുവരുന്നത് എപ്പോഴും ഓർമ്മിക്കാനും രുചിക്കാനും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പുള്ളതാ. നന്നായിരിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു സാറുണ്ടെങ്കിൽ ഒരു സമാധാനം. ഇനി ആരാ പറയാൻ? ഞാൻ പറയാം സാറേ. പറയും. ഞാൻ ഓവർവ്യൂ ഓഫ് ട്രാൻസാക്ഷൻ അനാലിസിസിനെ പറ്റി ഇന്ന് നന്നായിട്ട് ക്ലാസ് എടുത്ത ഓമൻ ടീച്ചറിനും സാബു സാറിനും പിന്നെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കുറെ കാര്യങ്ങൾ മാം പറഞ്ഞു. അത് കുറച്ചൊക്കെ ഞാൻ എന്താണ് ടി എ എന്നും ടി എയുടെ ബേസിക് അസംഷൻസ് എന്താണെന്നുള്ളതും പിന്നെ 3 ഈഗോ സ്റ്റേറ്റ്സ്, അതായത് പേരന്റ്, അഡൽട്ട്, ചൈൽഡ്, പിന്നെ ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ, ലൈഫ് പൊസിഷൻ, സ്ക്രിപ്റ്റ് ടൈപ്സ്, ഗോൾസ് ഓഫ് ടി എയുടെ എയിംസ് എന്താണ്, പിന്നെ മറ്റു പല കാര്യങ്ങളെ പറ്റി മാം പറഞ്ഞു. ചുരുക്കത്തിൽ പേരന്റ് ഈഗോ സ്റ്റേറ്റും ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് രണ്ടിൽ നിന്നും അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ മനുഷ്യബന്ധത്തിൽ വരുന്ന ഊഷ്മളമായ മാറ്റത്തിനെ പറ്റി മാം വളരെ നന്നായി വിശദീകരിച്ചു. നന്ദി മാം. നന്ദി സാബു സാർ. താങ്ക് യു. Okay, let me go on. Pradeep. പ്രദീപ് സാർ. മാം സാറിനൊന്നും വിളിക്കല്ല, സ്മോൾ ആണ്. Okay, all right. So firstly, Sabu sir, I want to acknowledge your efforts on this. എനിക്കറിയാം കോവിഡിന്റെ ടൈമിൽ ഞാൻ നിങ്ങളെ കുറച്ച് സെഷൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ ദ സെയിം പ്രോഗ്രാം, റൈറ്റ്? ആഫ്റ്റർ ദാറ്റ് കുറച്ച് ബിസി ആയി. ഐ മീൻ ഐ കണ്ടിന്യൂ ടു ബി ബിസി. പക്ഷെ ഇന്ന് കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഒന്ന് ജോയിൻ ചെയ്തതാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു യു. ഐ കീപ് ടോക്കിംഗ് ടു ലോട്ട് ഓഫ് പീപ്പിൾ അബൌട്ട് വാട്ട് യു ഡു. എന്താ വെച്ചാൽ this is not easy in the first place. I think you are running around 1,700 plus session. Incredible. This is something to be spoken about in the world today. I don't think anybody does this to this level. You are simply superb, and I really acknowledge your efforts on that. Fantastic. Right? It is call out cheyanda or example. And thanks Abu sir. I mean, people like me at times tend to join. We watch YouTube recordings, and makes a difference for a lot of people in life. Right? I personally share
lot of YouTube links that was recorded to few of my known contacts. So thank you very much in the first place. I just took this opportunity to thank that. And coming back to Omna ma'am today, teacher, first let me tell you all, I know at least Sabu sir to an extent he will be aware. Meenakshi മാമിന്റെ ഒരു റെഫറൻസിലാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് തന്നെ പാർട്ടിസിപ്പേറ്റ് ആയത്. മീനാക്ഷി I am part of transactional analysis sessions that she is doing for the last I would say 2 months now, right, 2-3 months approximately. And I have been going through a lot of concepts and the ideas and how this parent adult ego state works, right? Transactional analysis. And I know it helps me a lot from my office point of view as well. I am really happy that I happened to join this session. And I mean, in fact, I joined this immediately because I saw that transactional analysis is what Omna ma'am is going to do, right? So I joined, and I'm really happy that it made a difference for me again today, because it was a clear revision for me on what I am going through with Meenakshi ma'am for the last few months. And good examples. The first example was superb for me, the T-shop thing, right? Very easy to call out anywhere on all 3 ego states. Anybody will understand now if I explain, that's for sure. So really happy for that example. And on top of that, other examples you used, injunctions and all those things were quite clear now. I mean, it's clearly helped me in my in revising those concepts for me today. And I know it's not easy for me to go and read back books and then read. I mean, this session really helped me. Thank you very much, Omna man. And thanks for this overall session as well. താങ്ക് യു സാർ, താങ്ക് യു. ഏകദേശം ഒരു 50-ലധികം സെഷൻസ് ടിഎയുടെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട് സാർ. റെക്കോർഡിങ്സ് നോക്കിയാൽ കാണാം. For sure. Thank you. ഞാൻ അത് നോക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ഓരോന്ന് ഇങ്ങനെ കയറി നോക്കും. So I keep watching, but I just use this opportunity to acknowledge the efforts that you have been putting. It's fantastic. One more request, sir. ഒരു ദിവസം ഇവിടെ വന്നൊരു ക്ലാസ് എടുക്കണം ടിഎയുടെ. Sure, I know നിങ്ങൾ ഇതിന് മുന്നേയും ഇതിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. I'll try my best, sir. I mean, മീനാക്ഷി മാമിന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം എന്റെ സിറ്റുവേഷൻ കുറച്ചൊരു ഇതാണ്, but I will find time and do it. I will do it. Sure. Thank you. Okay. Anybody else to share? ആർക്കെങ്കിലും കൂടെ സ്നേഹലത മാം പറയാൻ തുടങ്ങിയതായിരുന്നു. പറയും. ആമില്ല. വേറെ ആർക്കെങ്കിലും? രമാദേവി ഞാൻ പറഞ്ഞല്ലോ മാഡം, പറഞ്ഞു. പറഞ്ഞായിരുന്നു. സ്നേഹലത മാം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓമന മാമിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. കുഞ്ഞോയി മാസ്റ്റർ പറയുന്നുണ്ടോ? സാറത്ത് ലേറ്റ് ആയിട്ടാ വന്നതെന്ന്. രാജു ഫിലിപ്പ് സാറിനെ കണ്ടായിരുന്നു, പോയെന്തോ. സാറ് പോയി. ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ സർ. ട്രാൻസാക്ഷൻ അനാലിസിസ് വളരെ നേരത്തെ നമ്മൾ പഠിക്കേണ്ടതാണെന്ന് ജോർജ് സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിനെന്ന് വെച്ചാൽ ഇതൊക്കെ അറിയാമെങ്കിൽ നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കും നമ്മൾ പെരുമാറുമ്പോൾ. പണ്ട് പിള്ളേരെയൊക്കെ വല്ലാതെ അടിച്ചു വളർത്തുവും നെഗറ്റീവ് സ്ട്രോക്സ് മാത്രം കൊടുത്തൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ആളുകൾക്ക് അറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു ഇരട്ടപ്പേര് വരെ വീട്ടുകാർ തന്നെ കുട്ടികളെ വിളിക്കുന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ കുറേ മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ കുറേ അറിവ് കുറവ് കൊണ്ടാണ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നത്. അപ്പം പിള്ളേരോടൊക്കെ കടുപ്പത്തിൽ പറഞ്ഞിട്ടെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനും കടുപ്പത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് സ്കൂളിൽ പോകണ്ടേ, ഇവർ പോയിട്ട് വേണമല്ലോ എനിക്ക് പോകാൻ. ഇതെല്ലാം പറക്കി പുറത്തേക്ക് വെച്ചിട്ട് വേണമല്ലോ എനിക്ക് വാതിലടയ്ക്കാൻ. അപ്പം അതിന് അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ കുട്ടികൾ, വർക്കിംഗ് വിമൻസിന്റെ പിള്ളേർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട് സാധാരണ. അന്നേരം അവർക്ക് അവരുടെ ഏർണിങ്സിന്റെ ഒരു ഗുണവും കൂടെ കിട്ടാറുണ്ട്. അപ്പം ഈ ഇത്രയൊക്കെ അറിയാമായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചേനെയായിരുന്നു എന്നത് സത്യമാണ്, അല്ലേ? കുറച്ചും കൂടെ ശ്രദ്ധിച്ച് പെരുമാറാൻ പറ്റും ഇത് പഠിച്ചാൽ. പക്ഷെ ഇനിയുള്ള കാലം ശ്രദ്ധിച്ചാലും മതി മാം, കുഴപ്പമില്ല. അല്ല, എന്നാലും നമുക്ക് സ്വയം തൃപ്തിപ്പെടാം. പിള്ളേര് തിരിഞ്ഞു നിന്ന് വീട്ടിലും ടീച്ചർ തന്നെയായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്.
അവർക്ക് അമ്മയില്ല, വീട്ടിലും ഒരു ടീച്ചറായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് വേണമായിരുന്നു അവരെ മാനേജ് ചെയ്യാൻ. എൻ്റെ മാത്രം ഡ്യൂട്ടിയാണെന്ന് വിചാരിക്കുന്ന മറുപുറം ഉള്ളത് കൊണ്ട് ഇരട്ടിപ്പണി വരും. പിള്ളേരെ ആ പൊസിഷനിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് തിരിച്ചറിഞ്ഞോളും. അപ്പൊ അത് തെറ്റല്ലല്ലോ. അല്ല, അറിഞ്ഞാലും അറിഞ്ഞില്ലേലും അവരെ ഞാൻ വിചാരിച്ചത് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പാമ്പറിങ് മാത്രമേ കുറഞ്ഞുള്ളൂ. കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വേണമെങ്കിൽ അഡൽട്ട് ആകാമായിരുന്നു, അറിയത്തില്ലായിരുന്നു. ഇനി നമുക്ക് ഇതൊക്കെ ആ കാലത്ത് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് മാം. എൻ്റെ ഫാദർ ഭയങ്കര പേരന്റ് ആയിരുന്നു, പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പ് ദേഷ്യമോ ഒന്നുമില്ല. എനിക്ക് ഹീസ് എ ഗ്രേറ്റ് മാൻ, ഹി വാസ് എ ഗ്രേറ്റ് മാൻ എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഞാൻ ആ ഫോട്ടോസ് വെക്കുന്നത്. അല്ലാതെ ഒരു വലിയ അപ്പനെ അമ്മയെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് അഭിനയിക്കാനല്ല. ഐ ഹാവ് 100% അവരുടെ അനുഗ്രഹം രണ്ടുപേരുടെ അവസാനം വരെ കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. 5 പേരുണ്ടായിരുന്നു, എനിക്കാണ് 100% കിട്ടിയിട്ടുള്ളത്, രണ്ടുപേരുടെ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാനത് വെക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ വെക്കൂല. സാധാരണ ഇപ്പൊ എല്ലാരും ഫോട്ടോ ആയി കഴിയുമ്പം വെക്കാനൊരു സുഖമുണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അത് ആ രീതിയിലല്ല, എനിക്കത് വെക്കാൻ അർഹതയുണ്ടെന്ന് ഉറപ്പുണ്ട്. പക്ഷെ അത് അവരുടെ നല്ല ഭാഗം കാണുകയും എന്തെങ്കിലുമൊക്കെ ചെറിയ ചീത്ത ഭാഗങ്ങൾ തപ്പിയാ കിട്ടും, ഞാൻ തപ്പാറില്ല. അന്ന് അത് ശരിയായിരുന്നു, അന്നും ഇത് ഇന്നും അത് ശരിയായി. ശരി തന്നെയാണ് സർ. കാരണം എന്താണെന്ന് വെച്ചാല് അന്ന് അവരുടെ ആ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നല്ലോ. അതെ അതെ. You are ആത്മാർത്ഥത also നമ്മൾ great, ma'am. You are also great. അല്ല, അവരുടെ കുറച്ച് റൂഡായിരുന്നെങ്കിലും അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ആത്മാർത്ഥത കാണാൻ എനിക്ക് പറ്റുന്നുണ്ട്. അക്കാലത്ത് അവര് പഠിച്ചതും അങ്ങനെ തന്നെ സമൂഹം നിലനിർത്തിയിരുന്നതുമായ ഒരു റൂട്ടിൽ കൂടെ നമ്മൾ നടത്തിയെന്നേ ഉള്ളൂ. അത് തെറ്റൊന്നുമല്ലല്ലോ, അത് തെറ്റല്ലല്ലോ. അതിനേക്കാൾ വലിയൊരു ശരി അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ കാലം മാറി, എല്ലാവരും പഠിച്ചു, കൂട്ടത്തിൽ നമുക്കും അറിവ് കിട്ടിയപ്പോൾ ഇപ്പോഴും ഞാനും എൻ്റെ മക്കളെ കുറിച്ചൊക്കെ ഓർക്കാറുണ്ട്. ഇങ്ങനെ കുറച്ചുകൂടെയൊക്കെ ആകാമായിരുന്നല്ലോ. ഇതിപ്പോഴാ ഇത്ര ശാന്തത മനസ്സിന് വന്നപ്പോഴേ, അന്ന് അങ്ങനെയല്ലല്ലോ. ഇതാ കതിനയ്ക്ക് തീ കൊളുത്തിയതുപോലെയാ ഓട്ടം എല്ലാവരുടെയും. പിന്നെ എവിടെ നോക്കാൻ എൻ്റെത് എല്ലാം എല്ലാം അതിനകത്ത് തീരും. അതല്ല സർ, ജോലിക്കായിരുന്നു അന്ന് പ്രാധാന്യം, ജോലി അന്ന് തിരക്കുമായിരുന്നു പ്രാധാന്യം. അല്ല സർ, അന്ന് ദാരിദ്ര്യവും കൂടി ഇല്ലായിരുന്നു, കുറെ ദാരിദ്ര്യവും കൂടി ഇല്ലായിരുന്നു നമുക്ക്. അതെ, പരിമിതികൾ ഒത്തിരിയായിരുന്നു. അപ്പോൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാവരും അനുഭവിക്കണം. അന്നതേ തരവുള്ളൂ. ഇപ്പൊ കാലം ഒത്തിരി മാറി. ജോർജ് സാറിന്റെ ക്ലാസ് എന്നാ ഇനി? അത് ശരി, അതൊന്നും പറഞ്ഞില്ലല്ലോ. എങ്കിൽ ഞാൻ എടുത്തേനെ. ഡേറ്റ് പറഞ്ഞോ? ആകട്ടെ ചിന്തിക്കാൻ സാറേ. ആകട്ടെ, അടുത്ത ആഴ്ചയിൽ സാറ് ഒരു ഡേറ്റ് പറഞ്ഞേരെ, അത് ഞാൻ നാളെ ആയിക്കോളും. അടുത്ത ശനിയാഴ്ച ആയിക്കോട്ടെ. മറ്റന്നാളാവും അടുത്ത ശനി. ഈ ശനിയാണ് ഓക്കെ. ഈ ശനി പറ്റുമെങ്കിൽ ഓക്കെ. ഇല്ല, ഈ ശനി ഞായറും പരിപാടി ഉണ്ടല്ലോ സാറേ. അടുത്ത ശനി 24. ഞാനൊന്ന് നോക്കിയോട്ടെ, ഞാൻ സാറിനെ വിളിക്കാം. നോക്കിട്ട് മതി. ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാറിന്ന് ഒളിഞ്ഞാണല്ലോ, മറയിലാണല്ലോ. സാർ മറവിലാണല്ലോ. എന്തോ പരിപാടിയില്ല, പതിവിരുന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. ഇരുന്നുകാരും ഉണ്ടാവും. Okay, thank you all. താങ്ക് യു സർ. Good night. ഗുഡ് നൈറ്റ്.